ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോവാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊരു 4 ബസ് കയറിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റുള്ള ഒരു വീട് കോടനാടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറവൂർ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. KSRTC സ്റ്റാൻഡിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ആലുവക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആലുവയിൽ നിന്ന് കയറി ആലുവയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പെരുമ്പാവൂർ ബസ്സിൽ കയറി. അങ്ങനെ അതിനുശേഷം നമ്മളിത് കോടനാട് ബസ്സിൽ കയറിയിട്ടാ. അങ്ങനെ നമ്മൾ അവരുടെ വീടിന് അടുത്ത് കുറച്ച് നടക്കാനും കൂടി ഉണ്ട് കേട്ടോ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ നാട്. എന്താ പറയുക, ഇവിടെ നിന്ന് ആ പൊക്കം കയറുന്ന അവിടെ ഉണ്ട് അവരുടെ വീട്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടാണ്. എത്തിയപ്പോൾ തന്നെ വെള്ളമൊക്കെ കുടിച്ച് ഇതാണ് കേട്ടോ ഓപ്പ മീൻസ് ചേട്ടന്മാരാണ്. അച്ഛൻ്റെ പെങ്ങളുടെ മോൻ മൂത്തത്, ഇളയത് പണിക്ക് പോയിക്കണായിരുന്നു. ഇത് അച്ഛനാണ് കേട്ടോ, ഇത് അച്ഛൻ്റെ പെങ്ങൾ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇവരുടെ അടുത്ത് തന്നെയാണ് മലയാറ്റൂർ പള്ളി. അതുപോലെ തന്നെ നമ്മുടെ കോടനാട് ആനക്കൂടൊക്കെ ഇവരുടെ അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ വീട്. അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ചക്കയൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ വലിയമ്മയോടെയാണ് നോക്കിയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ചക്കയാണ് നമ്മൾ പിറ്റേ ദിവസം പോകുമ്പോൾ കൊണ്ടുപോകണം. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ചക്കയൊക്കെ നോക്കി വെച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും വലിയമ്മ വെളിച്ചനൊക്കെ ഇത് റെഡിയായി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയാവണ നേരം കൊണ്ട് ചേട്ടൻ ജീപ്പ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിട്ടാ, ജീപ്പിന് പോകാമെന്ന് എഴുതിയിട്ട്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി. ഇത്തിരി നാണമൊക്കെ ഉണ്ട്, നമ്മളെ വീട്ടിൽ വരാനായിട്ട് ഇച്ചിരി നാണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴയ ഓക്കെ ആവുമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ചേട്ടനാണ്. നമ്മളെല്ലാവരും കൂടി ജീപ്പിലൊക്കെ കയറി. അങ്ങനെ നമ്മളിതേ മലയാറ്റൂർ എത്തിയിട്ട് ഇവരുടെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോകാനുള്ള കേട്ടോ ഇവർ വീട്ടിൽ നിന്ന് മലയാറ്റൂരിലേക്ക്. പക്ഷെ നമ്മൾ മലയാറ്റൂർ മല കയറുന്നില്ല. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 6 മണി 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം ടൂറിസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ കയറുന്നുണ്ട്. പിന്നെ നമ്മൾ 1-2 മണിക്കൂർക്ക് എടുക്കുമെന്ന് പറഞ്ഞ് മല കയറി ഇറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എന്തായാലും മല കയറുന്നില്ല. അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ രൂപമൊക്കെ ഉള്ള അവിടെ മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ കരുതി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ മറ്റേ മെഴുകുതിരിയൊക്കെ ഇട്ട് വല്യമ്മമാരൊക്കെ വരും കേട്ടോ, വിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും ഉള്ള മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. താഴത്തും ഉണ്ട് കേട്ടോ രൂപമൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പിന്നെ അടുത്തായിട്ട് കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾക്കാരാണെന്ന് കുരങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി മെഴുകുതിരി കത്തിച്ചതിന് ശേഷം അടിവാരം എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമൊക്കെയാണ്. പിന്നെ ജസ്റ്റ് നമ്മൾ ആ അടിവാരം എന്ന് പറയുന്ന സ്ഥലമൊക്കെ ജസ്റ്റ് കറങ്ങി ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ തന്നെ നമ്മുടെ മലയാറ്റൂർ പള്ളി കാണാൻ പറ്റും കേട്ടോ. പഴയ പള്ളിയും അതുപോലെ തന്നെ പുതിയ പള്ളിയും കാണാൻ പറ്റും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാൻ, എനിക്ക് അറിയാവുന്ന പോലെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് എന്താ പറയുക, ഒരു ബോർഡുണ്ട് അതിരപ്പള്ളിക്കൊക്കെ പോകണത്. അതിൽ പോയി അതിരപ്പള്ളിക്ക് പോവുക. ആ ബോർഡ് വരെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കാട്ടാനൊക്കെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഓരോ മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ പള്ളിയുടെ അങ്ങോട്ടേക്ക് പോയി. നമ്മൾ നേരുമ്പോൾ കയറുമ്പോൾ തന്നെ കാണുന്നതാണ് ചെറിയ പള്ളി, പഴയ പള്ളി. ഇതായിരുന്നു തോന്നുന്നു മലയാറ്റൂർ ഫസ്റ്റ് പള്ളി. ഇത് പുതിയ പള്ളിയാണ് കേട്ടോ, പുതിയതായിട്ട് പണിത പള്ളിയാണ്. കുറച്ച് കൊല്ലമായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ, ഈ കാണുന്ന പോലെ തന്നെ രസമാണ് കാണാൻ. അതിന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.